ദേവരാഗം. രചനാ സംഭാഷണം മൈഥിലി മിത്ര. ഭാഗം 61. എന്ത്? അവളെയും കടന്ന് മുന്നോട്ടേക്ക് നടന്നു പോയവൻ പെണ്ണിൻ്റെ പറച്ചിൽ കേട്ടത് ഒരു നിമിഷം നിന്നിടത്ത് തന്നെ നിന്നുപോയി. എന്നിട്ട് നെറ്റി ചൊളിച്ചുകൊണ്ട് അവൾക്ക് നേരെ തിരിഞ്ഞു നിന്നു. ജോബിൻ്റെ കൂടെ വന്നോളാം. ഇത്തവണ ഇച്ചിരി ഉച്ചത്തിൽ തന്നെ വൈശാഖി പറഞ്ഞു. ആര്? പക്ഷെ മഹാദേവനിൽ നിന്ന് വന്ന മറുചോദ്യം വളരെ വ്യത്യസ്തമായിരുന്നു. ഞാൻ. അവൻ കളിയാക്കുകയാണെന്ന് മനസ്സിലായിട്ടും വൈശാഖി ഉത്തരം കൊടുത്തു. നീ അതിന് ജോബിൻ്റെ വീട്ടിലാണോ വാടകയ്ക്ക് നിൽക്കുന്നത്? ചെക്കനിൽ നിന്നുള്ള അടുത്ത ചോദ്യം നൊടിയിടയിലായിരുന്നു. പതറിച്ച ഉണ്ടായിരുന്നുവെങ്കിലും അവളൊരു മൂളലിൽ തന്നെ മറുപടി ഒതുക്കി. പിന്നെ നീ എന്തിനാ അവൻ്റെ കൂടെ പോണത്? ചോദ്യം പതിയായിരുന്നെങ്കിലും അതിന് മൂർച്ച കൂടുതലായിരുന്നു. ഞാൻ ബാലുവിനോട് പറഞ്ഞായിരുന്നു. അവൾക്ക് എന്തു പറയണമെന്നറിയില്ലായിരുന്നു. വാക്കുകൾ നഷ്ടപ്പെട്ട ഒരവസ്ഥ. എന്തു പറഞ്ഞെന്ന്? തൻ്റെ കൂടെ വരാനുള്ള പെണ്ണിൻ്റെ താല്പര്യമില്ലായ്മയിൽ അവന് ദേഷ്യം വന്നു. ഞാൻ ജോബിൻ്റെ കൂടെ പൊയ്ക്കോളാമെന്ന് ബാലുവിനോട് പറഞ്ഞതാ. അവൻ്റെ മുഖത്തേക്ക് നോക്കാൻ പേടി തോന്നിയെങ്കിലും ഉള്ള ധൈര്യം കൂട്ടിപ്പിടിച്ച് അവൾ അവന് മറുപടി കൊടുത്തു. അതിന്? അതൊരു സംഭവമേ അല്ലാത്ത രീതിയിലായിരുന്നു അവൻ്റെ വർത്താനം. ആഹാ. അവൾ വീണ്ടും എന്തിനോ വേണ്ടി എന്നോണം തലയാട്ടിക്കാട്ടി. എങ്കി വാ, വീട്ടിൽ പോകാം. അതൊരു ചോദ്യമല്ലായിരുന്നു, ആജ്ഞ പോലെയാണ് വൈശാഖിക്ക് തോന്നിയത്. സർ, ഞാൻ വരുന്നില്ല സർ. സാറിനതൊരു ബുദ്ധിമുട്ടാവും. പരിഭവം മൂടിക്കെട്ടിയ മനസ്സുമായി അവൾ അവിടെ തന്നെ നിന്നു. ആരാ നിന്നോട് കൂടെ വരാൻ പറഞ്ഞത്? മഹാദേവൻ പൊടുന്നനെ വൈശുവിനോട് ചോദിച്ചു. സാറ്. ഇതെന്തിനാ ഇങ്ങനൊരു ചോദ്യമെന്ന് മനസ്സിൽ ചിന്തിച്ചുകൊണ്ടാണ് വൈശാഖി മറുപടി കൊടുത്തത്. അപ്പോൾ പിന്നെ നിന്നെ കൂടെ കൊണ്ടുപോകാൻ എനിക്കെന്ത് ബുദ്ധിമുട്ടാ? അവളെ കണ്ണുകൾ കുറുക്കി നോക്കിക്കൊണ്ട് മഹാദേവൻ തിരക്കി. അവൻ്റെ ആ പുതിയ ഭാവമാറ്റത്തിൽ വൈശാഖി ഒന്ന് അമ്പരന്നിരുന്നു. ഇവിടെ നിന്ന് കുച്ചിപ്പൊടിയും ഭരതനാട്യം കളിക്കാതെ വേഗം വന്ന് കാറിൽ കയറാൻ നോക്ക്. അവൻ 2 ചാട്ടം ചാടി. എന്താണെന്നറിയില്ല, എങ്ങനെയെന്നറിയില്ല. മഹാദേവൻ്റെ കാറിന് നേർക്ക് ഒരൊറ്റ ഓട്ടമായിരുന്നു വൈശാഖി. അവൻ വണ്ടിയുടെ സെൻസർ ലോക്ക് ഓപ്പൺ ചെയ്തതും പെണ്ണ് ഓടിപ്പിടിച്ച് ധൃതിയിൽ കോ ഡ്രൈവിംഗ് സീറ്റിലേക്ക് ചാടിക്കയറിയിരുന്നു. പോകാം. ഡ്രൈവിംഗ് സീറ്റിൽ കയറിയിരുന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്തവൻ അവളോട് ചോദിച്ചു. മൂളിക്കൊണ്ട് സമ്മതം പറഞ്ഞവൾ തുറന്നു കിടന്ന കാറിൻ്റെ വിൻഡോയിലൂടെ വണ്ടിയും എടുത്തു കൊണ്ടുവന്ന് ജോബിനെയും നിർമ്മലിനെയും നോക്കി പോകുക എന്ന് പറയുന്നതിൻ്റെ തിരക്കിലായിരുന്നു. മഹാദേവൻ്റെ വണ്ടി മുന്നോട്ടേക്ക് നീങ്ങി. അത് കോളേജ് ഗേറ്റും കടന്ന് റോഡിലേക്ക് മെല്ലെ ഇറങ്ങി. എന്തായിരുന്നു സിദ്ധാർത്ഥനോടൊരു സംസാരം? കുറച്ചു നേരം കഴിഞ്ഞതും മഹാദേവൻ സംസാരത്തിന് തുടക്കമിട്ടു. എന്ത്? പുറത്തെ കാഴ്ചകളിൽ ലയിച്ചിരുന്നവൾ അവൻ ചോദിച്ചത് അത്രയ്ക്കങ്ങ് ശ്രദ്ധിച്ചിരുന്നില്ല. സിദ്ധാർത്ഥിനോട് എന്താ സംസാരിച്ചേന്ന്? മഹാദേവൻ ഡ്രൈവിങ്ങിൽ ശ്രദ്ധിച്ചുകൊണ്ട് ചോദ്യം ആവർത്തിച്ചു. അത് പ്രത്യേകിച്ചൊന്നുമില്ല സർ. സിദ്ധാർത്ഥിനോട് കൂട്ടായ വിവരം പറഞ്ഞാൽ സാറ് തന്നെ വഴക്കു പറയുമോ എന്ന പേടിയിൽ അവൾ ഒട്ടൊന്ന് അലസമായി. പ്രത്യേകിച്ചൊന്നും ഇല്ലാത്തോണ്ടാണോ 2 പേരും കൂടി ഒന്ന് ചിരിക്കുന്നത് കണ്ടത്? അവൻ്റെ ഇടത്തെ പുരികം അവൾക്ക് നേരെ ഉയർന്നു പൊങ്ങി. അതൊരു കാഷ്വൽ ടോക്കായിരുന്നു സർ. ഇത്ര ഡീറ്റെയിൽ ആയിട്ട് സാർ എന്തിന് സിദ്ധുവേട്ടൻ്റെ കാര്യം ചോദിക്കുന്നേ എന്ന ചിന്തയിലായിരുന്നു പെണ്ണപ്പോൾ. ഇതൊക്കെ സാറിന് ഇത്രയും കൃത്യമായിട്ട് എങ്ങനെ കണ്ടുവന്നു? എന്നിട്ട് അത് കണ്ടപ്പോൾ കാഷ്വൽ ടോക്കായിട്ട് എനിക്ക് തോന്നിയില്ലല്ലോ. അവൻ എന്തെന്നില്ലാത്തൊരു ദേഷ്യം വന്നു. അത് കാഷ്വൽ ടോക്ക് തന്നെയായിരുന്നു സർ, വെറുതെ ചിരിച്ചതാ. വൈശാഖി കൈമലർത്തി. അവൻ മുമ്പിൽ വന്നു നിന്ന ഓടുന്ന ടൈപ്പായിരുന്നല്ലോ നീ. പിന്നെങ്ങനെയാ കാഷ്വൽ ടോക്ക് നടത്താൻ പാകത്തിൽ നിങ്ങൾ തമ്മിൽ കൂട്ടായത്? അവൻ വീണ്ടും വീണ്ടും ചോദിച്ചു. വൈശാഖി അതിന് മറുപടി പറഞ്ഞില്ല. പകരം ഒരു ഞെട്ടലോടെ ഡ്രൈവിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്ന മഹാദേവനെ ഉറ്റു നോക്കിക്കൊണ്ടിരുന്നു. പോലീസ് മുറിയിൽ സാറെന്തിനാ തന്നെ ഇങ്ങനെ ചോദ്യം ചെയ്യുന്നത് എന്ന സംശയമായിരുന്നു അവളുടെ ഉള്ളിൽ കിടന്നപ്പോൾ കുഴഞ്ഞു മറിഞ്ഞുകൊണ്ടിരുന്നത്. എന്താ? തന്നെ നോക്കി വായും പൊളിച്ച് കണ്ണും മിഴിച്ചിരിക്കുന്ന വൈശാഖിയുടെ ഞെട്ടലോടെയുള്ള ഇരിപ്പ് കണ്ടിട്ടാവണം മഹാദേവൻ ആ വലിയ റോഡിൻ്റെ ഒരു വശത്തേക്ക് വണ്ടി ഒന്ന് ഒതുക്കിയത്. ഒന്നുമില്ല. അവൾ അവനിൽ നിന്നും നോട്ടം മാറ്റി. ഒന്നുമില്ലെങ്കിൽ പിന്നെന്തിനാ നീ ഇങ്ങനെ കണ്ണും മിഴിച്ചിരിക്കുന്നത്?
ചെക്കൻ്റെ കണ്ണുകൾ കൂർത്തു. അത് പിന്നെ വെറുതെ ഓരോന്നോർത്തിരുന്നു പോയതാ. സ്വയം നെറ്റിയിലൊന്ന് അടിച്ചിട്ട് അവൾ ചിരിക്കാനായി ശ്രമിച്ചു. ഓർത്ത കാര്യം അവിടെ നിൽക്കട്ടെ, ഞാൻ ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരം വൈശാഖി ഇതുവരെ തന്നിട്ടില്ല. അവൻ വീണ്ടും ഓർമ്മിപ്പിച്ചു. എന്ത് ചോദ്യം? പെണ്ണൊരിക്കൽ കൂടി എടുത്തു ചോദിച്ചു. അവൻ ഇത്തിരി മുൻപ് ചോദിച്ച ചോദ്യം പോലീസ് മുറിയിലായിരുന്നതുകൊണ്ട് സത്യം പറഞ്ഞ അവൾ മറന്നുപോയിരുന്നു. നീയും സിദ്ധാർത്ഥ തമ്മി എപ്പത്തൊട്ടാ ക്യാഷ്വലായി സംസാരിക്കാൻ പാകത്തിൽ കൂട്ടായെന്ന്. സ്റ്റിയറിങ്ങിൽ വിരലുകൾ കൊണ്ട് താളം ഇട്ടുകൊണ്ടാണ് ചെക്കൻ്റെ ചോദ്യം പോലും. സാർ എന്തിനാ ഇങ്ങനെ ചോദിക്കുന്നേ? അവൾക്ക് ചോദിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. ചോദിക്കും, ഞാൻ ചോദിക്കും. ഞാൻ നിന്റെ അധ്യാപകനാ. എൻ്റെ വീട്ടിലാണ് നീ താമസിക്കുന്നത് പോലും. അപ്പം നീ ആരോടൊക്കെ മിണ്ടുന്നെന്നും നിന്റെ കൂട്ടുകെട്ട് ആരോടാണെന്നും ഒക്കെ അറിയേണ്ട കടമ എനിക്കുണ്ട്. അതുമാത്രമല്ല, ഓരോരോ കൂട്ടിൽ ചെന്ന് വെട്ടിട്ട് വല്ല പ്രശ്നങ്ങളും ഉണ്ടായ നിന്റെ വീട്ടുകാരോട് സമാധാനം പറയേണ്ടത് ഞാനല്ലേ? നിന്റെ കയ്യിൽ നിന്ന് കാശ് മാത്രം വാങ്ങിയാൽ പോരല്ലോ, അതിനുള്ള സർവീസ് കൂടെ ഞാൻ ചെയ്തു തരണ്ടേ? മഹാദേവൻ്റെ ഒച്ച കാറിൽ മുഴങ്ങി കേട്ടു. അവൻ അവളുടെ ആ ചോദ്യം തീരെ ഇഷ്ടപ്പെട്ടില്ല. അവളുടെ കാര്യം താനല്ലാതെ വേറെ ആരാ നോക്കുന്നതെന്നുള്ള അധികാരഭാവം ചെക്കനിൽ കാണാനായി. വൈശാഖി ഒന്നും മിണ്ടിയില്ല. അല്ലെങ്കിൽ തന്നെ അതിനുള്ള മറുപടി കൊടുക്കുവാനുള്ള കഴിവ് അവൾക്ക് ആ നേരം ഉണ്ടായിരുന്നില്ല എന്ന് വേണം പറയുവാൻ. വൈശാഖി! അവൾ ഇനിയും മൗനമായിട്ടിരിക്കുന്നത് കണ്ടിട്ടാവണം മഹാദേവൻ അവളെ വീണ്ടും വിളിച്ചത്. ഒരു ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വന്നതുപോലെ വൈശ അവനെ ഉറ്റുനോക്കി. സിദ്ധേട്ടനുമായിട്ട് ഞാൻ ഇന്നാ കൂട്ടായെ, മിണ്ടിയെ, വെറുതെ എന്തൊക്കെയോ സംസാരിച്ചതാ, കണ്ടപ്പോൾ ചിരിച്ചതാ, അല്ലാതെ വേറൊന്നുമില്ല. ഒരു റോബോട്ട് ഇരുന്ന് പറയുന്നത് പോലെയായിരുന്നു അവളുടെ ആ നേരത്തെ സംസാരം പോലും. ജീവനില്ലാത്ത ഒരു പാവ സംസാരിച്ചാൽ എങ്ങനെ ഇരിക്കും? അതുപോലെ. ആ, കൂട്ടാവുന്നതും ചിരിക്കുന്നതും ഒക്കെ പിന്നെയും ആവാം. നീ ഇവിടെ വന്നേക്കുന്നതേ പഠിക്കാൻ വേണ്ടി മാത്രമാ. അത് മാത്രം മതി ചിന്തയും. പിന്നെ ഒന്നും കൂടി, എൻ്റെ വീട്ടിൽ നിൽക്കുമ്പോൾ ഒന്നെങ്കിൽ എൻ്റെ കൂടെ ആവണം വരവും പോക്കും, അല്ലെങ്കിൽ എൻ്റെ അച്ഛൻ്റെ കൂടെ. കണ്ടവരുടെ കൂടെ നടന്ന് നിനക്ക് എന്തെങ്കിലും വന്നുപോയാൽ നിൻ്റെ കുടുംബക്കാർ എന്നോടായിരിക്കും ചോദിക്കുന്നേ. ഒരിക്കൽ നിന്നോട് ഞാനിത് പറഞ്ഞു തന്നിട്ടുള്ളതാ. ഇനി ഒരിക്കൽ കൂടി എന്നെ കൊണ്ട് പറയിപ്പിക്കാൻ നിൽക്കരുത്. ചെക്കൻ അവളെ നോക്കി കണ്ണുരുട്ടി കാട്ടി. ആ, ഏതോ ഒരു മായാപ്രപഞ്ചത്തിലിരിക്കുന്ന പോലെ അവൻ പറയുന്ന ഓരോന്നിനും വൈശാഖി തലയെ ആട്ടിക്കാട്ടി. അവൾക്ക് ചുറ്റിനും ഒരു പുകയായിരുന്നു. ഇതിപ്പോൾ ഞാനാണോ അന്യൻ, അതോ സാറാണോ എന്ന് പോലും അവൾ ചിന്തിച്ചു കൂട്ടി. ചിന്തിച്ച് തല ചൂടാകുമെന്ന് തോന്നിയതും പെണ്ണ് കണ്ണടച്ചു പിടിച്ചുകൊണ്ട് സീറ്റിലേക്ക് ചാരി കിടന്നു. അവിടെ ഒരു ചിത്തുവേട്ടൻ. പെണ്ണിനെ ഒന്ന് ഇരുത്തി നോക്കിയിട്ട് വണ്ടി മുന്നോട്ടേക്ക് എടുക്കുന്നതിനിടയിൽ മഹാദേവൻ്റെ പല്ലിനിടയിൽ കിടന്ന് സിദ്ധാർത്ഥിൻ്റെ പേര് ഞെരിഞ്ഞമർന്നുകൊണ്ടിരുന്നു. എന്തിനോ വേണ്ടി എന്നോണം. വൈകിട്ട് വിഷ്ണുവിനോടൊപ്പം മഹാദേവൻ്റെ മുറിയിലേക്ക് ട്യൂഷന് ചെല്ലുമ്പോൾ വൈശാഖി അവനെ ശ്രദ്ധിച്ചു നോക്കി. പതിവ് ഗൗരവമാണിപ്പോഴും. അതുകൊണ്ട് തന്നെ വളരെ ഭവ്യതയോടെയാണ് അവൻ്റെ മുമ്പിൽ ചെന്ന് വൈശി ഇരുന്നതും. ഇന്നത്തെ നോട്ട്സൊക്കെ ഇങ്ങെട്. വൈശാഖിയും വിഷ്ണുവും കസേരയിൽ ഇരുന്നപ്പോൾ തന്നെ മഹാദേവൻ അധികാരത്തോടെ ആവശ്യപ്പെട്ടു. അവരത് കയ്യിലെടുത്ത് കൊടുത്തതും അന്ന് പഠിപ്പിച്ച ഓരോന്നും പഠിക്കുവാൻ വേണ്ടി അവർക്കായി അവൻ അടയാളപ്പെടുത്തി കൊടുത്തു. സംശയമുള്ളത് ചോദിക്കാനും പറഞ്ഞു. കൂടുതലും വിഷ്ണുവിനായിരുന്നു സംശയങ്ങൾ. അവനാണെങ്കിൽ മാത്സും സയൻസും ഒക്കെയുണ്ട്. ഹിസ്റ്ററി പഠിപ്പിക്കുന്ന സാർ എങ്ങനെയാണ് അവൻ ഇത്രയും വൃത്തിയായി മറ്റു സബ്ജക്റ്റുകൾ പറഞ്ഞു കൊടുക്കുന്നത്? എന്നത്തെയും പോലെ അന്നും വൈശാഖിക്ക് സംശയമുണ്ടായി. എങ്കിലും അത് തുറന്നു ചോദിക്കാൻ അവൾക്ക് ധൈര്യം ഉണ്ടായിരുന്നില്ല. പഠിക്കാൻ തന്ന പാഠഭാഗങ്ങളെല്ലാം പറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ അവൾ പഠിച്ചിട്ട് മഹാദേവനെ പറഞ്ഞു കേൾപ്പിച്ചു. എന്നിട്ട് മെല്ലെ ദേവൻ്റെ മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോയി. വിഷ്ണു വീണ്ടും അവിടെ ഇരിക്കുന്നത് കണ്ടു. വൈശാഖി ട്യൂഷൻ കഴിഞ്ഞിട്ട് നേരെ പോയത് അടുക്കളയിലേക്കായിരുന്നു. കുറേ നേരം അവിടെ ചുറ്റിപ്പറ്റി നിന്നു. ലക്ഷ്മി അവൾ എന്തൊക്കെയോ സഹായിച്ചു. ഒടുവിൽ അത്താഴവും ഉണ്ടാക്കി അടുക്കള പണി മുഴുവനും കഴിഞ്ഞിട്ടാണ് അവർ ഹാളിലേക്ക് തിരികെ വന്നത് തന്നെ. അപ്പോഴേക്കും സമയം 9 മണി കഴിഞ്ഞിരുന്നു. ബാലു വന്നില്ലല്ലോടി. നേരെ ഇരുട്ടിയത് കണ്ടിട്ടാവണം ഹാളിലെ സെറ്റിയിലിരുന്ന മുത്തശ്ശി ലക്ഷ്മിയെ നോക്കി ചോദിച്ചത്. അരമണിക്കൂറിനുള്ളിൽ വരുമെന്നാ കുറച്ച് മുമ്പേ വിളിച്ചപ്പോൾ ബാലേട്ടൻ എന്നോട് പറഞ്ഞത്. അവരും പത്മാവതിയുടെ അരികിലായി ചെന്നിരുന്നു. ആ കൊച്ചിന് സീരിയസ് ആണെന്നാ കേട്ടെ. ആക്സിഡൻ്റ് ആയതാണെന്ന്. ബാലേട്ടൻ്റെ കൂടെ 10 വരെ പഠിച്ചവനാണ്. പത്മാവതി പുറത്തെ ഇരുട്ടിലേക്ക് നോക്കി പദം പറഞ്ഞു. ഒന്നും വരാതിരിക്കട്ടെ അമ്മേ.
നമ്മളെക്കൊണ്ട് പ്രാർത്ഥിക്കാനല്ലേ കഴിയൂ. ലക്ഷ്മി സങ്കടപ്പെട്ടു. ബാലു വന്നൂന്നാ തോന്നണേ. ഗേറ്റും കടന്നൊരു ബുള്ളറ്റിൻ്റെ വെളിച്ചം അകത്തേക്ക് കയറി വരുന്നത് കണ്ടതും വൈശാഖി ഹാളിൽ നിന്ന് ഉമ്മറത്തേക്ക് ധൃതിയിൽ ഇറങ്ങിച്ചെന്നു. കഴിച്ചോ കൊച്ചേ? വണ്ടി മുറ്റത്തിൻ്റെ ഒരു കോണിൽ നിർത്തിയിട്ട് ഉമ്മറപ്പടികൾ കയറി വന്ന ബാലു വൈശുവിനെ കണ്ടുവന്ന് ആദ്യം ചോദിച്ച ചോദ്യം അതായിരുന്നു. ഇല്ല ബാലു. അവളൊന്ന് ചിരിച്ചു. എന്താടാ ഇത്രയും താമസിച്ചേ? സുരേഷിനിപ്പോൾ എങ്ങനുണ്ട്? അകത്തേക്ക് കയറി വന്നവനെ എതിരേറ്റത് പത്മത്തിൻ്റെ ആശങ്കയോടെയുള്ള നോട്ടായിരുന്നു. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ലമ്മേ. അപകടനില തരണം ചെയ്തു എന്നാണ് ഡോക്ടർ പറഞ്ഞേക്കുന്നേ. 2-3 ദിവസം കൂടി അവൻ IC തന്നെ കിടക്കേണ്ടി വരും. പിന്നെ വാർഡിലേക്ക് മാറ്റൂന്ന്. ദൈവത്തിൻ്റെ സഹായം കൊണ്ട് രക്ഷപ്പെട്ടു. പത്മത്തിൻ്റെ അടുത്തായി ബാലു ചെന്നിരുന്നു. അവരുടെ വീട്ടുകാരൊക്കെ? ലക്ഷ്മിയായിരുന്നു അത് ചോദിച്ചത്. വീട്ടുകാരും ബന്ധുക്കളും എല്ലാവരും ഹോസ്പിറ്റലിലുണ്ടടി. ആ പിന്നെ ഒരു കാര്യം പറയാൻ മറന്നു. ഞങ്ങളുടെ കോളേജിലുള്ള ഒരു പയ്യനില്ലേ, ഒരു സിദ്ധാർത്ഥ്, അവൻ സുരേഷിൻ്റെ അകന്ന ബന്ധുവാണ് കേട്ടോ. ആശുപത്രിയിൽ സുരേഷിനെ കാണാൻ അവനും കുടുംബവും വന്നിരുന്നു. ആദ്യം ലക്ഷ്മിയോടായിട്ടും പിന്നീട് വൈശാഖിയോടുമായിട്ടും ഭാസ്കരൻ പറഞ്ഞു. ഏത്? നിങ്ങളുടെ കോളേജ് ചെയർമാനോ? ആ കൊച്ചനല്ലേ നമ്മുടെ വൈശു കൊച്ചിനെ ഇഷ്ടമാണെന്നും പറഞ്ഞ് പുറകെ നടക്കുന്നത്. പത്മ ഒരു ചിരിയോടെ പെണ്ണിനെ നോക്കി. അതന്നെ. ഭാസ്കരനും അത് ഏറ്റുപിടിച്ചു. ബാലേട്ടൻ പോയി കുളിച്ചിട്ട് വായോ, അത്താഴം കാലായിട്ടുണ്ട്. ലക്ഷ്മി പറഞ്ഞതും അയാൾ മെല്ലെ ഷർട്ടിൻ്റെ ബട്ടണുകൾ അഴിച്ചുകൊണ്ട് സ്വന്തം മുറിയുടെ നേരെ നടന്നു. ബാലു കുളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും വൈശുവും ലക്ഷ്മിയും കൂടി ടേബിളിൽ കഴിക്കാനുള്ളതെല്ലാം എടുത്തു വെച്ച് കഴിഞ്ഞിരുന്നു. കൊച്ചേ, നീ ഇന്ന് ദേവൻ്റെ കൂടെയാണോ വന്നേ? കഴിക്കുവാനായി കസേരയിൽ വന്നിരുന്ന ഭാസ്കരൻ തനിക്ക് എതിരായിട്ടിരിക്കുന്നവളോട് ചോദിച്ചു. ഞാൻ കൊണ്ടുവന്നു. വെറുതെ എന്തിനാ അവന്മാരെ ബുദ്ധിമുട്ടിക്കുന്നതെന്ന് ഓർത്തു. ബാലു ഇരിക്കുന്നതിൻ്റെ തൊട്ടടുത്ത കസേരയിലിരിക്കുന്ന മഹാദേവനായിരുന്നു വൈശാഖിക്ക് പകരം അച്ഛനുള്ള മറുപടി കൊടുത്തത്. ഓ. അയാളതൊരു ചിരിയോടെ മൂളി കേട്ടിട്ട് പാത്രത്തിലെ ചോറ് പതിയെ വാരി കഴിക്കാനായി തുടങ്ങി. സ്വന്തം മകനിലെ ചെറിയ മാറ്റങ്ങൾ ഏതൊരച്ഛനാണ് മനസ്സിലാക്കാൻ സാധിക്കാത്തത്? എടി വൈശുക്കൊച്ചെ, ആ സിദ്ധാർത്ഥ് ഒരു പാവാടി. ഇന്ന് അവൻ എന്നോട് ഒരുപാട് സംസാരിച്ചു, നമ്പറും തന്നു. നിന്റെ കാര്യമൊക്കെ ചോദിച്ചു കേട്ടോ. ഇത്രയും നല്ലൊരു ചെക്കനാവനെന്ന് ഇന്നാ എനിക്ക് ശരിക്കും പറഞ്ഞാൽ മനസ്സിലായേ. അടുത്തിരിക്കുന്ന മകനെ ഒന്ന് പാളെ നോക്കിയിട്ട് വൈശാഖിയോടായിട്ട് അയാൾ പറഞ്ഞു. വൈശു ചെറിയൊരു പതർച്ചയോടെ ഭാസ്കരൻ പറയുന്നത് കേട്ടുകൊണ്ടിരുന്നു, അത്രമാത്രം. പക്ഷേ ആ സമയം മഹാദേവൻ ചെറിയ രീതിയിൽ ഞെളിപിരി കൊണ്ട് കഴിക്കുന്നത് ഭാസ്കരൻ നല്ല വ്യക്തമായിട്ട് കണ്ടിരുന്നു. അതെയോടാ, എങ്കിൽ പിന്നെ നമുക്കിവളെ അവന് കൊടുത്താലോ? അവനാണെങ്കിൽ ഇവളോട് കട്ട പ്രേമല്ലേ. ഞാൻ പറഞ്ഞതാ, ഇവിടെ മുത്തശ്ശനും ഇതിന് സമ്മതിക്കും. അത് 100 തരം. എരിതിയിൽ എണ്ണ ഒഴിക്കുന്നത് പോലെ പത്മാവതിയും മകനെ സപ്പോർട്ട് ചെയ്തു. ഞാനും അത് ആലോചിക്കാതെ ഇരുന്നില്ലമ്മേ. ആ കൊച്ചൻ്റെ വീട്ടുകാരെ എനിക്ക് നല്ല പരിചയമുണ്ട്. നല്ലവരാ. അത്യാവശ്യം നല്ല സാമ്പത്തികവും അവർക്കുണ്ട്. ഇവളെ അവർ പൊന്നുപോലെ നോക്കിക്കോളും. അടുത്തിരിക്കുന്നവൻ്റെ ഭാവം വല്ലാതെ മുറുകുന്നത് ഭാസ്കരൻ ആ നേരെ അറിഞ്ഞിരുന്നില്ല. പക്ഷെ വൈശാഖി മാത്രം ഇവരെന്തൊക്കെയായി പറയുന്നേ എന്ന രീതിയിൽ കണ്ണും മിഴിച്ചത് അറിഞ്ഞിരുന്നു പോയി. എൻ്റെ വൈശുക്കൊച്ചിൻ്റെ ഭാഗ്യമായി ഇത്. ആ പയ്യനാണെങ്കിൽ ഇവളെന്ന് വെച്ച ഭ്രാന്ത. മാലു അത് പറഞ്ഞു ചിരിച്ചു. പത്മാവതിയും ലക്ഷ്മിയും വിഷ്ണുവും ആ കൂടെ ചേർന്നു. നിങ്ങളാരാ? ഇവിടെ വീട്ടുകാരോ? വാടകയ്ക്ക് വീട്ടിൽ നിൽക്കുന്ന പെങ്കൊച്ചിനെ കെട്ടിച്ചു വിടാൻ മാത്രം എന്ത് അധികാരമാണ് ഇവരെ കാര്യത്തിൽ നിങ്ങൾക്കുള്ളത്? അത്രയും നേരം എല്ലാം കേട്ടും കൊണ്ടിരുന്നവൻ്റെ ശബ്ദം പതിവില്ലാത്ത വിധം അന്നാ ഡൈനിങ് റൂമിൽ പൊന്തി. കൂടെ ഇരുന്നവർ അതെൻ്റെ ആ ഭാവമാറ്റത്തിൽ അമ്പരന്ന് പോയിരുന്നു. അതിന് നീ എന്തിനാടാ ചെക്ക കടന്ന് തൊള്ള തുറക്കുന്നേ? അവൾക്കും അവൾക്കടെ വീട്ടുകാർക്കും ആ സിദ്ധുക്കൊച്ചനെ ഇഷ്ടമാണെങ്കിൽ അത് നടത്തി കൊടുക്കുന്നതിന് എന്താ തെറ്റ്? ഷടാ, ഇതിപ്പോൾ ഒന്നും പറയാൻ മേലാത്ത അവസ്ഥയാണല്ലോ. പത്മ മുഖം മുറുക്കിക്കൊണ്ട് ചോറ് വാരി കഴിക്കാനായി തുടങ്ങി. മുട്ടേന്ന് വിരിഞ്ഞില്ല, അതിനു മുമ്പേ കല്യാണാലോചന തുടങ്ങി. പഠിക്കുന്ന കൊച്ചിനെ പിടിച്ച് കെട്ടിക്കാൻ എന്താ ഉത്സാഹം. ബോണ്ടയ്ക്ക് നേരെ 2 ചാട്ടം ചാടി ചെക്കൻ. എൻ്റെ വീട്ടുകാർക്ക് വേറെ വിദ്യാഭ്യാസം ഇല്ലെന്ന് വയ്ക്കാം. നിനക്കെന്താടി പറ്റിയേ? അവൾ കെട്ടാൻ മുട്ടി നിൽക്കുക പഠിക്കാനുള്ളതിന്. വൈശാഖിയെ നോക്കി മുരളുമ്പോൾ മഹാദേവന് സ്വയം നഷ്ടപ്പെട്ടിരുന്നു. അപ്പോൾ അടുത്ത പാട്ടുമായിട്ട് നാളെ വരാം. വൺസ് അഗെയിൻ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ കേട്ടോ. ബൈ ബൈ.